നമസ്കാരം ഗൈസ്, ഞങ്ങളുടെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അരുൺ രാവിലെ തന്നെ വർക്കിന് പോകുന്നതാണ്. അപ്പോൾ ഞാൻ ടാറ്റയൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഉദ്ദേശിച്ചാക്കുന്നത് ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ്. അപ്പോൾ അരുൺ പോയതിന് ശേഷം ഞാൻ ബെഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെച്ചു. എല്ലാ ദിവസവും ചെയ്യാറുള്ള കാര്യം തന്നെയാണ്. പിന്നെ ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഇവരെയൊക്കെ കണി കണ്ടാണ് ഞാൻ എഴുന്നേക്കാറ്. എൻ്റെ ഹസ്ബൻഡ് കൊണ്ട് ചെയ്തു വെച്ചേക്കുന്ന പണിയാണ്. അരുൺ ജോലിക്ക് പോയി ഇനി നമുക്ക് കുറച്ച് ഫുഡ് കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ചോറാണ് കഴിക്കാറ്. ചോറും മീൻകറിയും ബീൻസ് വെൽത്തും കൂട്ടി ഞാൻ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിനുശേഷം പുറത്ത് പോയി കുറച്ചു നേരം കാഴ്ചകളൊക്കെ കണ്ടു പ്രകൃതി ആസ്വദിച്ചു. കുറച്ച് വെള്ളം തിളപ്പിക്കാനൊക്കെ വെച്ചു. ഇനി നമ്മുടെ ബ്ലോഗിലേക്ക് പോകാം. അങ്ങനെ ഗായ്സ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇപ്പം മഴക്കാരൊക്കെ ആയിരുന്നു, മഴയൊക്കെ മാറി. ഇന്ന് എനിക്ക് വ്ലോഗ് എടുക്കാനൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു ഗൈസ്. ഞാനത് മാറ്റി വന്നാക്കിയാണ്. എൻ്റെ വായിന്ന് ഇങ്ങോട്ട് വരുന്നില്ല ഒന്നും പറയാനായിട്ട്. പിന്നെ തലവേദനയുണ്ട്. തലവേദന എന്ന് പറയുമ്പോൾ എനിക്കൊരു പ്രത്യേക അസുഖമാണ് ഗൈസ്. സൈനസിലെന്തോ ഇൻഫെക്ഷൻ എന്തോ ഇടയ്ക്കിടയ്ക്ക് വരുന്നു തോന്നുന്നുണ്ട്. അതെന്തല്ലോ മറ്റേ. അപ്പോൾ ഇന്നൊരു വ്ലോഗ് എടുക്കണം എന്ന് ആലോചിച്ചപ്പോൾ എന്ത് വ്ലോഗ് എടുക്കാമെന്ന് എനിക്കൊരു ഐഡിയ കിട്ടിയില്ല. നമ്മൾ എടുക്കുമ്പോൾ ഒരു എന്ത് എടുക്കും. അപ്പോൾ ഒരു നല്ലൊരു ഇതുണ്ടെങ്കിൽ എനിക്കൊരു വ്ലോഗിലേക്ക് എടുക്കാനായിട്ട് എനിക്ക് തോന്നാറുള്ളൂ. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടണേ. അപ്പോൾ പിന്നെ വന്നപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടും വ്ലോഗിൽ എന്ത് കൊണ്ടുവരും എന്നുള്ള ഒരു ടെൻഷനും കൊണ്ടും എനിക്ക് വ്ലോഗ് എടുക്കാൻ ഭയങ്കര മടിയായിരുന്നു ഗൈസ്. പക്ഷേ ലാസ്റ്റ് ഞാൻ വ്ലോഗ് എടുക്കാമെന്ന് അങ്ങനെ വിചാരിച്ചു. പിന്നെ വന്നിട്ട് വേറൊരു ഐഡിയ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ ജെൻസി വേർഡ്സില്ലേ, അതിൻ്റെ ഒരു വ്ലോഗ് ഇടാന്നുള്ളൊരു പ്ലാനിങ് ഉണ്ട്. അപ്പോൾ അതിന് കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യണം. എന്നിട്ട് ഒരു നല്ലൊരു വ്ലോഗ് ഇടാന്നുള്ളൊരു പ്ലാനിങ് ഉണ്ട്. നമ്മുടെ ജെൻസി വേർഡ്സ് കുറേ ഒന്നും എനിക്കറിയില്ല ഗൈസ്. ഞാൻ വിചാരിക്കുന്നിരിക്കും എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടാകും അറിയാത്തതെന്ന്. കുറേ പേർക്ക് അറിയാൻ പറ്റും. അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് കണ്ട് മനസ്സിലാക്കാമല്ലോ. കാരണം ഇപ്പോൾ ഒക്കെ പിള്ളേരോടൊക്കെ സംസാരിക്കുമ്പോൾ തട്ടിമുട്ടിയൊക്കെ നിൽക്കണ്ടേ. അപ്പോൾ അതൊക്കെ കുറച്ച് അറിഞ്ഞിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരെണ്ണം റെഡിയാക്കാന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. ഞാനിപ്പോൾ ഉള്ളത് അരുണിൻ്റെ വീട്ടിലാണ്. അരുണിൻ്റെ വീട്ടിൽ നിന്ന് അമ്മ അച്ഛനൊന്നും ഇല്ല, ചേച്ചിയും കുട്ടിയാണ് ഉള്ളത്. അമ്മ അച്ഛനും ഒരു ഹോസ്പിറ്റൽ കേസായിട്ട് അങ്ങോട്ട് പോയാക്കിയാണ്. അപ്പോൾ ഞാനുള്ളൂ. പിന്നെ അരുൺ വർക്കിന് പോയാക്കിയാണ്. അപ്പോൾ ഒറ്റയ്ക്ക് എന്ത് കാട്ടും എന്നുള്ള ടെൻഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇങ്ങനെ ഇത് കാണണേ, ഇതിങ്ങനെ നടക്കാം, അതിങ്ങനെ പിടിച്ച് നടക്കും. അതൊന്നുമല്ല ഗൈസ്, ഞാനിതിൽ നോക്കണത് എൻ്റെ മിററിൽ നോക്കിയിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്താൽ. അപ്പോൾ എന്ത് കാട്ടും വ്ലോഗിൽ നിന്നുള്ളൊരു ഫുള്ളി കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. എന്നെ പോലെയുള്ളവരാരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്, കുറച്ച് വീഡിയോസ് എടുക്കാനുണ്ട്. ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല. കാരണം എനിക്ക് എന്താണോ ഭയങ്കര അലസതയാണ്, ഭയങ്കര മടിയാണ്. അലസത മടി എൻ്റെ കൂടപ്പിറപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ദിവസം ചെല്ലുന്തോറും കൂടി വരികയാണ്. അത് കുറയ്ക്കാൻ എനിക്ക് പറ്റുന്നില്ല ഗൈസ്. അതിനെന്ത് ചെയ്യണം എന്നറിയാൻ വേണ്ടി ഞാൻ യൂട്യൂബ് നോക്കും, മോട്ടിവേഷൻ സ്പീക്സ് എടുത്ത് നോക്കും. അപ്പം എന്ത് പറ്റും, ഞാനതിൽ വേറെ വീഡിയോസ് കാണും. മോട്ടിവേഷൻ സ്പീക്സ് കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും സീരീസ് കാണും, അത് കാണും. പിന്നെ നമ്മുടെ ഷോർട്സിലേക്ക് പോകും, യൂട്യൂബ് ഷോർട്സിലേക്ക് പോകും. അപ്പം അതിരുന്ന് സ്ക്രോൾ ചെയ്യും. പിന്നെ ഞാൻ എന്തിനാണ് യൂട്യൂബ് എടുത്തതെന്ന് ഞാൻ മറന്നു പോകും. ഈ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ആ ഒരു ഇതിലേക്ക് കൂടെയൊക്കെയാണ് ഞാൻ കടന്നു പോകുന്നത്. എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ലാണ്ട് ഞാൻ ഇങ്ങനെ കീഴിൽ പോയി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ജോബിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. പക്ഷെ ഇതിന് വേണ്ടി ഞാൻ പ്രയത്നിക്കുന്നില്ല. മടി തന്നെ വേറെ. പിന്നെ എക്സാമിൻ്റെ കുറച്ച് അത് നോക്കണില്ല, ഞാൻ വിട്ട് PSC എക്സാം, അത് പോട്ടെ. പിന്നെ എൻ്റെ ഒന്നും നടക്കില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഫുള്ള് ഞാൻ മടിയായിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഗൈസ്. ഈ മടിയിൽ നിന്ന് എപ്പോൾ ഞാൻ മാറി വരുന്ന എനിക്കറിയില്ല. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, നോക്കാം. അപ്പോൾ നമുക്കിന്ന് കുറച്ച് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഇതൊക്കെ ഉണ്ട്. ഇങ്ങനെ അയ്യോ നിൽക്കട്ടെ, ഒന്ന് വൃത്തിയാട്ടെ. അത് സർപ്രൈസ് ആയിട്ട് കേട്ടോ. ആദ്യം നമുക്ക് കുറച്ച് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കാടമുട്ട പുഴുങ്ങാനിടാം. കാടമുട്ട എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് എന്താ പറയണ, ചെടി വെച്ച് കാടമുട്ട. ഒരു കാടമുട്ട എന്ന് വെച്ചാൽ ഒരു കോഴിക്ക് തുല്യമാണ്, അങ്ങനല്ലേ?
ഒരു കാടമുട്ടാന്ന് വെച്ച് അല്ല തെറ്റിപ്പോയി ഗൈസ്. ഒരു കാടക്കോഴിന്ന് വെച്ച് കഴിഞ്ഞാല് 100-10 കോഴിക്ക് തുല്യോടെന്നാണ് എൻ്റെ അമ്മേനോട് പണ്ട് പറഞ്ഞേക്കണേ. തുറക്കാൻ പറ്റും. അയ്യോ ഇത് തുറക്കാൻ പറ്റുന്നില്ല. പൊട്ടിക്കുമ്പോ മര്യാദ പൊട്ടിച്ചില്ലെങ്കിൽ കാടമുട്ട തിന്നാൻ പറ്റില്ല. ഓരോ കാടമുട്ടയായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അല്ലേ. നല്ല ക്യൂട്ടായിട്ടില്ലേ. ഇതിന് ഓരോ ഡിസൈൻസ് ഉണ്ടോ നിങ്ങൾ? ഇതെങ്ങനെയാ വന്യെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കാടമുട്ടയമ്മ, കോഴിമുട്ടയമ്മ പിന്നെ വെളുത്തിരിക്കും. കാടമുട്ടയമ്മ കണ്ടോ ഓരോ ഡിസൈൻസ്. അപ്പൊ അതുകൊണ്ടായിരിക്കും കോഴിമുട്ടനേക്കാൾ ഇത് പവർഫുൾ ആണെന്ന് പറയണേ. ഓരോന്ന് ഇട്ട് കൊടുക്ക. പിന്നെ വേറൊരു സംഭവം ഉണ്ട്. കാടമുട്ട എന്നിവ സൂക്ഷിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് കാടമുട്ടയുടെ ഇടയിൽ മറ്റേ പാമ്പിന്റെ മുട്ടയും വരാറുണ്ടെന്ന്. അപ്പൊ തിന്നുമ്പോ എല്ലാവരും സൂക്ഷിക്കണം. അയ്യോ ഒരു കാടമുട്ട ചളങ്ങിപ്പോയി. എപ്പോഴും തന്നാക്കണ കാടമുട്ട. ഈ ഒരു കാടമുട്ട ചളങ്ങിയിരിക്കണ്. ഇത് ഇതിലിടണോ? ഇത് ഇത്തിരി മോന്ത ചിളങ്ങിയ കോഴിമുട്ടയാണ്. കോഴിമുട്ട അല്ല കാടമുട്ട. ഇത് ഇടുന്നുണ്ട്. ചിലപ്പോൾ ഇതിൽ കിടന്ന് പൊട്ടിത്തെറിച്ച മുട്ട പിഴുങ്ങി കഴിക്കാം. ഇതൊക്കെ ഇടാം. ദൈവം ഉണ്ട് ഇതൊക്കെ കാടമുട്ടയാണ് പിഴുങ്ങി. ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. ഇത് കഴുകിയെടുക്കണോ? കഴുകണോ? കളയണോ? കളയണ്ടല്ലോ. കുറച്ച് വെള്ളം ഒഴിക്കണം. കുറച്ചധികം വെള്ളം ഒഴിക്കണം. അങ്ങനെ കാടമുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റൗവൊക്കെ ഓണാക്കി ഇതിലൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് പുഴുങ്ങി കിട്ടും. അപ്പോൾ നമുക്ക് ഓരോ തൊലി കളഞ്ഞ് നമുക്ക് ഓരോ കാടമുട്ട വെച്ച് കഴിക്കാം. ഇനി അടുത്തത് വേറൊരു സംഭവം ഉണ്ട് കാണിച്ചാൽ. ഇനി നമുക്ക് കുറച്ച് ഷേക്ക് കുടിക്കാം. അപ്പോൾ കുറച്ച് ഷേക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഷേക്ക് കുടിക്കണം നമുക്ക്. ഇത് ഷേക്കല്ല, ഇത് മിൽക്ക് ജ്യൂസാണ്. അങ്ങാട് ഒന്നും കൊള്ളൂല്ലട്ടാ. സ്റ്റാൻഡേർഡ് ആയിട്ട് പറയണം. ഷേക്കല്ല ഇത്, ഇത് മിൽക്ക് ജ്യൂസാണ്. ഇനി അങ്ങനെ ഇവിടെ കിട്ടണ നല്ലൊരു ഫേമസ് മിൽക്ക് ജ്യൂസാണ്. അപ്പോൾ അത് നമുക്കിനി കുടിക്കാം. നമുക്കല്ല, എനിക്ക്. ഓപ്പൺ ആക്കണം. മണം നല്ല കാര്യം, ടേസ്റ്റാണ്. എന്തിലേ ഒഴിച്ച് തരും എല്ലാവർക്കും. ഗ്ലാസ്സില് ഗ്ലാസ് എടുത്തപ്പോൾ ഇവിടെ നമുക്ക് ഗ്ലാസ് എടുക്കാം. ഇതൊക്കെ നമ്മൾ പ്രത്യേക സിറ്റുവേഷൻസിൽ മാത്രം എടുക്കാൻ വേണ്ടി വെച്ചാക്കുന്ന ഗ്ലാസ്സുകളാണ് ഗൈസ്. നിങ്ങളുടെ വീടുകളിലും ഇതുപോലെ ഉണ്ടാവും. നമ്മൾ പ്രത്യേക സിറ്റുവേഷൻസിന് മാത്രമേ ഈ ഗ്ലാസ് എടുക്കുള്ളൂ. ഇത് കഴുകാം. അമർത്തി വയ്ക്കാം. കഴുകാം. വെള്ളം പോയി. ഞങ്ങൾ 3 പേരുണ്ട്. അപ്പം 3 പേർക്ക് ഷേക്ക്. ഇതിങ്ങനെ ഇളക്കണം. അപ്പം അതിൻ്റെ അടിയിൽ നിന്നൊക്കെ ഇളകി വരും. അല്ലെങ്കിൽ ലാസ്റ്റ് ഒഴിക്കുന്ന ആൾക്ക് കട്ട കിട്ടും. ഇളക്കണം അങ്ങനെ. എന്നിട്ട് ഇതിലേക്ക് ഒഴിക്കാം. ആദ്യം അങ്ങനെ കുറേ ഒഴിക്കരുത്. അപ്പം ഈക്വലാവൂല. നോക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ട്. കറക്റ്റായിരിക്കണം അളവുകളൊക്കെ. അപ്പം നമ്മളിങ്ങനെ സൈഡിൽ നിന്ന് നോക്കിയാൽ കറക്റ്റ് അളവാണോ എന്ന് അറിയാൻ പറ്റും. ഇതിനെ മുട്ടിച്ച് വെക്കാം. എല്ലാവർക്കും നമ്മൾ തികയ്ക്കും. ഇത് എത്ര ഉണ്ടായത്? ഇതില് ഐസും കട്ട വെച്ചിട്ട് അതിങ്ങനെ പിഴിഞ്ഞ് ഞെക്കണം. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വേണ്ടാത്ത അവസ്ഥ തൊണ്ടയിലെടുത്ത് ചാവ. എനിക്ക് തണുത്തത് കുടിച്ച് തൊണ്ടവേദന എടുക്കും. പക്ഷേ ചില സിറ്റുവേഷനിൽ ഞാൻ മൈൻഡ് ചെയ്യില്ല. തൊണ്ടവേദന വരുമ്പോൾ മൈൻഡ് ചെയ്യില്ല. ഇനി വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കുടിച്ചാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് മാറ്റിക്കാം. ഇത് നമുക്ക് ഗാർണിഷ് ചെയ്യണം. ഗാർണിഷ് ചെയ്യണമെന്നല്ലേ പറയണേ. നേരെ നമുക്കൊന്ന് ലുക്കാക്കി എടുക്കാം. ലുക്കാക്കി എടുക്കാനായിട്ട് ബൂസ്റ്റിൻ്റെ 5 രൂപയുടെ ബൂസ്റ്റിൻ്റെ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അത് നമുക്ക് പൊട്ടിക്കാം.
എന്നിട്ട് നമ്മൾക്ക് ഇതില് ഇങ്ങോട്ട് വരും, ക്യാമറ ഇങ്ങോട്ട് കാണിക്കും. പക്ഷേ ഈ തുണിന്ന് മാറ്റട്ടെ കേട്ടാ, ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ ഈ തുണിന്ന് മാറ്റട്ടെ. ഞങ്ങൾ അടുക്കള തുടക്കണ തുണിയാണ് എന്താ ഭംഗിയില്ലേ ഇപ്പം? ഇതൊന്നും കിട്ടണില്ലല്ലോ. അത് കിട്ടുന്നുണ്ടാ ഇപ്പഴാ? ക്യാമറ ഫോക്കസ് ഓൺ ദിസ്. എന്നിട്ട് നമുക്ക് ഈ ബോസ്റ്റ് ഇതിലിങ്ങനെ ചിക്ക് ചിക്ക് ചിക്കാന്ന് ഇട്ട് കൊടുക്കുക. ചിതറി ചിതറി കിടക്കണം ഇങ്ങനെ. ഇത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മിൽക്ക് ജ്യൂസാണ്, അതുകൊണ്ടാണ് ഇതൊന്നും അവരിട്ട് തരൂല. അപ്പോൾ നമ്മൾ 5 രൂപയ്ക്ക് സെപ്പറേറ്റ് വാങ്ങിച്ചിടണം, അത്രേ ഉള്ളൂ. ഇത് ഇത്തിരി കൂടുതലിട്ട് കൊടുക്കുക. ഇനി ആവശ്യമുള്ളവർ ബാക്കി വേണമെങ്കിൽ കട്ട് ചെയ്യും. കൊതിയാണ് മതി കിട്ടത്. ഇനി ബാക്കി ഇത് കണ്ട് നമുക്ക് തിന്നാം. ഇനി ഇത് ഓരോരുത്തർക്ക് നമുക്ക് കൊണ്ട് കൊടുക്കാം. ഒരെണ്ണം എനിക്ക്, ഒരെണ്ണം 2 പേർക്ക്, 2 എണ്ണം വേറെ വേറെ ആയിട്ട് എനിക്ക്. ഇത് കുടിക്കട്ടെ എന്നുവെച്ചി കുടിച്ചോക്കാം. സ്പൂൺ വേണോ? കുടിക്കേ, സ്പൂൺ വേണ്ട, ടാസ്ക് ആയിരിക്കണ്ടേ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല രസമുണ്ട്, നല്ല അടിപൊളി സംഭവമാണ്. ഇപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്, ഇത് ഉപ്പിട്ടില്ല. അപ്പോൾ ഇത് ഉപ്പിടണം. ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഇനി നെക്സ്റ്റ് ഷേക്ക് കുടിച്ച് കഴിഞ്ഞാൽ ഉച്ചക്കലത്തെ ഫുഡൊന്ന് കറി ഉണ്ട്. പക്ഷേ നമുക്ക് സൈഡ് കറിയായിട്ട് നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാം, മുട്ട വറുത്ത് ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത കോഴിമുട്ടകൾ വെള്ളത്തിലിട്ട് വെച്ചാക്കിയാണ്. കാടക്കോഴിയുടെ മുട്ട വേറെ ഉണ്ട്, കാടമുട്ടയുണ്ട്. ഇത് വറക്കാൻ, അത് പുഴുങ്ങി തിന്നെ. അപ്പം ഇത് വറക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഇവിടെ ഒരു കുട്ടിയുണ്ട്. അപ്പൊ കുട്ടിയുടെ സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചേച്ചി ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് മദർ സ്പാർഷ് കുട്ടികളുടെ പാത്രം കഴുകാനും ടോയ്സ് കഴുകാനും എന്താ കഴുകാൻ പറ്റും, എല്ലാ സാധനങ്ങളും മറ്റേ പാലുടിക്കുന്ന കുപ്പി കഴുകാനും എല്ലാം മദർ സ്പാർഷ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുട്ടികളെല്ലാവരും ഇത് വാങ്ങി ഇത് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. കുട്ടികളുള്ളവര് കേട്ടാ, അല്ലാത്തവർക്ക് ഇത് വാങ്ങിച്ച് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാലോ. അപ്പോൾ മദർ സ്പാർഷ് ഇതൊരു മറ്റേ പ്രൊമോഷൻ വീഡിയോ അല്ല ഗൈസ്. കാരണം പ്രൊമോഷൻ വീഡിയോ എനിക്കായതാണ്. ഇത് ഞാൻ സ്വന്തമായിട്ട് ചേച്ചി ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്താണ്. ബിഗ് ബില്യൺ സെയിൽസ് നടപ്പുണ്ട്. അപ്പോൾ വേണ്ടവർ ഇത് ഓർഡർ ചെയ്യുക. അപ്പൊ അതിട്ട് കഴുകേണ്ട രീതി വന്നിട്ട് ഇങ്ങനെയാണ് കഴുകേണ്ടത്. അതിന് വേണ്ടിയിട്ട് വേറെ ടൂൾസ് ഉണ്ട്. അതാണ് ഒരു ടൂള്. ഇത് അവന്റെ മറ്റേ പാൽക്കുപ്പിയുടെ സാധനം കഴുകാനായിട്ട്. വേറെ ടൂള് കാണിച്ചു ചേച്ചി. ഇത് അടുത്ത ടൂള്. ഇതെന്ത് കഴുകാനാണ്? ഇതിങ്ങനെ കഴുക. അതിന്റെ അകത്തേക്ക് സൂം ചെയ്യും. ഇതാണ് അവന്റെ സംഭവങ്ങളെല്ലാം. കുറയാൻ കിട്ടുന്നില്ല. ഇവര് ചേട്ടൻ ഉണ്ടായിരുന്നു ദർശിത്. പക്ഷെ അവന് ഈ വക സാധനങ്ങളൊന്നും ഉണ്ടായില്ല, പാവം കുട്ടി. ഇവൻ ജെന്ന ആൽഫ കുട്ടി ആയതുകൊണ്ട് തന്നെ ഇവന് കുറെ ആൽഫാണ് ജെൻസിയാണല്ലേ ബീക്കണ എന്തൊക്കെ ജെന്ന ആൽഫ അല്ലേ ഇവനിപ്പൊ ജനിച്ചത്. ആൽഫാണ് 2025 ജെന്ന ആൽഫാണ്. എന്തെങ്കിലും ആവട്ടെ, അവന് കുറച്ച് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്കൊന്നും ഇതുണ്ടായിരുന്നില്ല. പിന്നെന്താ, ഇനി മുട്ട വറക്കട്ടെ, ഇത്രേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ ജെന്ന ആൽഫയോ ബീറ്റിയോ കുട്ടി ഉണ്ടല്ലോ, അത് അവിടെ എഴുന്നേക്കുന്നുണ്ട്, കാര്യം കഴിയൊക്കെ പൊക്കുന്നുണ്ട്. അതിനെടുക്കണോ വെച്ചേക്കണോ അല്ലേ? അപ്പൊ തിന്നോ? അവിടെ അലാറം അടിക്കുന്നുണ്ട് കുട്ടികൾ. ഓണാണോ? അപ്പൊ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് മുട്ട വറക്കാൻ ഉള്ളി, ചെറിയ ഉള്ളിയാണ് ഗൈസ് എടുത്തേക്കുന്നത്. സ്മോൾ ഒനിയൻ അല്ലേ ഇനി പറയണേ. ഇനി മുളക് വേണം. ഞങ്ങൾക്ക് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കാണിക്കുക, കാരണം അമ്മ നല്ല ക്ലീൻ ആക്കിയാണ് വെച്ചേക്കുന്നത്. നമുക്ക് എടുക്കേണ്ടത് ഇതിലെന്തിട്ടാണെന്ന് വെച്ചാൽ, ഇതിൽ നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? ഐസ്ക്രീം അല്ല ഗൈസ്,
ഇതിൽ വന്നിട്ട് ഇതിലെന്തായിരിക്കും നിങ്ങളൊന്ന് ഊഹിക്കും, ഇതിലെന്തായിരിക്കും. ഇതിൽ വന്നിട്ട് കാണിക്ക്, ഇതിൽ വന്നിട്ടുണ്ടല്ല മുളകുകളാണ് ഗൈസ് ഉള്ളത്, മുളകുകൾ. പിന്നെ ചെറിയ ഐസ്ക്രീമിൻ്റെ പിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേപ്പലയാണ് ഗൈസ് ഉള്ളത്. അപ്പൊ നമുക്ക് മുട്ട വറക്കാൻ, ഒരാൾക്കാണ് ഇപ്പൊ മുട്ട വറക്കണത്. അപ്പോൾ 2 ഉള്ളി, ഇതിൻ്റെ ഉള്ളിൽ 2 ഉള്ളി ഉണ്ടാവും, കണ്ടോ, 2 ഉള്ളി. പിന്നെ ആ വറക്കുന്ന വ്യക്തിക്ക് 1 മുളക് മതി. അപ്പൊ 1 മുളക്, വേപ്പല ഇഷ്ടമല്ല, വെറുതെ കാണിച്ചതാണ്. ഇത് മാത്രം മതി നമുക്ക് മുട്ട വറക്കാനായിട്ട്. അയ്യോ, ആ മുളക് എഴുതുന്നുണ്ട്, 2 ഉള്ളി എടുത്തിട്ടുണ്ട് മുട്ട വറക്കാനായിട്ട്. ഈ മുളകിന്റെ ഉള്ളിൽ എന്തോ ഒരു കംപ്ലൈന്റ്. അപ്പൊ നമുക്ക് മുളക് മാറ്റിയെടുക്കാം. ഇപ്പൊ 2 മുളക് എടുത്തു, കാരണം ആ മുളകിന്റെ സൈസ് വേണമെങ്കിൽ ഈ 2 മുളക്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തുറക്കുക. ഇതിന് നമുക്ക് ആവശ്യമുള്ള ടൂൾസ് എടുക്കുക. ഇതിൽ കാണിക്കും, ഇത് കുറെ ടൂൾസ് ഉണ്ട്. ഇത് നമ്മുടെ ഡെയിലി യൂസിനുള്ള സ്പൂണുകൾ, ഇത് അതൊക്കെ. ഇത് വന്നിട്ട് കത്തി. ഇനി നമുക്ക് ഉള്ളി അരിയാം. ഉള്ളി അരിയാൻ എല്ലാവർക്കും അറിയാലോ. ഉള്ളി അരിയാൻ വളരെ സിമ്പിളാണ്. തൊലി ഇങ്ങനെ പൊളിക്കുക. തൊലി പൊളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഉള്ളി നന്നാക്കിയ വേസ്റ്റ് ഫസ്റ്റ് കളയണ്ട, പിന്നെ കളയാം. അപ്പം ഇത് കഴുകിയ ഉള്ളിയാണ്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്യാം. കുനുകുനാന്ന് കട്ട് ചെയ്യണം. എങ്ങനെ കട്ട് ചെയ്യണം? കുനുകുനാന്ന് കട്ട് ചെയ്യണം. അല്ലെങ്കിൽ മുട്ട വറക്കുമ്പോൾ ഉള്ളി ചക്ക പോലെ കിടക്കും. കുനുകുന കട്ട് ചെയ്യണത് പയ്യാണ് കട്ട് ചെയ്ത കുനുകുനി. ഇത് കുനുകുന കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മുളക് കുനുകുന കട്ട് ചെയ്യാം. സ്പീഡിൽ പറയാം, അല്ലെങ്കിൽ എൻ്റെ വ്ലോഗ് ലാഗായി പോകും. ഗ്രീൻ ചില്ലി കുനുകുന കട്ട് ചെയ്യണം. കുനുകുന. ഓ, ഇത് കുനുകുന ഇത് മൊത്തം കട്ട് ചെയ്ത് മുളയ്ക്കും, നിങ്ങൾക്ക് ലാഗടിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സ്പീഡ് കൂട്ടിയിട്ട് കണ്ടു. കുനുകുന കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വരെ മാത്രം, അതായത് സ്പീഡ് നോർമലായിരിക്കും. അപ്പോൾ ഇത് കുനുകുന കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 1 മുളക് മതി. ഇനി നമുക്ക് ഇതിൽ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിമുട്ട എടുക്കുക, കഴുകുക, എന്നിട്ട് തുടയ്ക്കുക, ചെന്തിരി കുട്ടിപ്പനൊക്കെ ഇങ്ങനെ എടുക്കുക, പൊട്ടിക്കുക. കോഴിമുട്ട പൊട്ടിക്കണ കാര്യം പറഞ്ഞപ്പോഴാണ് അതിന് നമുക്കൊരു പ്രത്യേക കഴിവ് വേണം, സ്കില്ല് വേണം ഗൈസ്. അപ്പം ഇതിങ്ങനെ വെച്ചിട്ട് തേങ്ങ പൊട്ടിക്കൂലേ, അതുപോലെയൊക്കെ തന്നെ 1 അടി 2 അടി. അപ്പം ഇങ്ങനെ ഇത് നമ്മളിങ്ങനെ തുറന്ന് കൊടുക്കുക. അപ്പം അതിലേക്ക് അത് വീഴും. ഇത് ഇങ്ങനെ ആട്ടാം. അപ്പോൾ ഇതിലുള്ളത് ഇനിയുള്ളതൊക്കെ ഇതിൽ വീഴും. ഇനി നമുക്കിത് കൊണ്ട് കളയണം. ഇത് ഫസ്റ്റ് ഇവിടെ ഇരിക്കട്ടെ, ഇനി കളയാൻ പോയാൽ എനിക്ക് നമ്മുടെ വ്ളോഗ് ലേറ്റ് ആയി പോകും. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം. ഫസ്റ്റ് സ്വല്പം സോൾട്ട്, സ്മോൾ പിഞ്ച് ഓഫ് സോൾട്ട്, ഇത്രയും ഇതിനോട്. ഇത്രയൊക്കെ ഇടാം, അത് നിങ്ങളുടെ ഇഷ്ടം. എൻ്റെ ഇഷ്ടം അത്രയാണ്. ഇനി നെക്സ്റ്റ്, അയ്യോ ഇത് വേണ്ടല്ല, ഇത് വേണ്ടട്ടാ. കറി എനിക്കിഷ്ടമാണ്, പക്ഷെ എല്ലാവർക്കും അങ്ങനെ ഒരു സ്പൈസ് ഇഷ്ടമല്ല, എരിവ് ഇഷ്ടമല്ലായിരിക്കും. ഇനി ഇതിന് വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ, ഇച്ചിരി മതി. തുള്ളി തന്നെ വീഴണം. കുറച്ച് ഇച്ചിരി മതി. അതെന്തിനാണെന്ന് വെച്ചാൽ അതെനിക്കറിയില്ല, അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇനി നമ്മുടെ ഫോക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ പണി കൊടുക്കാം. ഇതെടുക്കാം, കിടകിടാന്നടിക്കണം. മറ്റേ ഉരുളിച്ച് വരണമല്ല, കിടകിടാന്ന് കാണിക്കണം. ഇത് കുറച്ചധികം നേരം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണം. കുറച്ചധികം നേരം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് നല്ല ഫ്രിസ് വേണ്ട, മലയാളം വേണ്ട,
നല്ല ഇങ്ങനെ പത വരും. അതങ്ങനെ അതിന് അത്രയും നേരം നമ്മളിങ്ങനെ ഇതുപോലെ ഇങ്ങനെ സ്പീഡിൽ കാണിക്കണം. അതൊക്കെ ഒരു സ്കില്ലാണ്. ഇങ്ങനെ കാണിക്കാനിടയിൽ ഇത് താഴ്ത്തു വീണാൽ ഇവിടെ മൊത്തം നാറും. അപ്പം പയ്യെ കാക്കണം. അപ്പം ഇങ്ങനെ പയ്യെ കാക്കണം. അപ്പോൾ നല്ല പതഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ? ഇങ്ങനെ പതയാണ്. ഇനി അതിന് ശേഷം മുട്ട വറക്കാനായിട്ട് ഫസ്റ്റ് പാൻ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ചുറ്റിച്ച് കഴുകണം. ഇതിലുള്ള പല്ലി അട്ടിയാൽ പാറ്റിയൊക്കെ കേൾപ്പോട്ടില്ല. എന്നിട്ട് ഇങ്ങനെ എടുക്കണം. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓൺ ആക്കണം, പാൻ വെക്കണം, ഇവിടെ വെക്കണം. ഇത് ചൂടാവണം. അപ്പം പാൻ ചൂടായി അതിലേക്ക് വേണ്ട കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പാനൊന്നിങ്ങനെ ചുറ്റിച്ച് കൊടുക്കണം. ചുറ്റിച്ച് കൊടുക്കണം. എല്ലായിടത്തേക്കും വെളിച്ചെണ്ണ വെക്കണം. പാനിൻ്റെ കോലം കണ്ടാൽ അത് കുറച്ച് നാളായി നമ്മുടെ പാൻ ഇങ്ങനെയൊക്കെ. പിന്നെ അടുത്തത് വെളിച്ചെണ്ണ ചൂടായോന്നറിയാൻ നമ്മൾ ഇങ്ങനെ നോക്കണം. നല്ല കൈക്കാല ചൂടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടാവും. തൊട്ട് നോക്കാൻ നിൽക്കരുത് ആരും. അപ്പോൾ വെളിച്ചെണ്ണ ഏകദേശം ചൂടായി വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിങ്ങനെ കുറച്ച് മുട്ടയുടെ ഇത് ഇങ്ങനെ ഒഴിച്ച് നോക്കിയേ. ഇത് അടുത്തൊരു ടെക്നിക്കാണ്. ചൂടാവണുള്ളൂ. ചൂടായി. ഇനി നമ്മളിതിലേക്ക് മുട്ട ഒഴിച്ച് കൊടുക്കേണ്ടതാണ്. പിന്നെ പാൻ ചൂടായതിലേക്ക് നമ്മൾ അങ്ങനെ പാൻ ചൂടായതിലേക്ക് ഇനി ഇങ്ങനെ കാണിച്ചു വെച്ചേക്കുന്ന മുട്ട നമ്മൾ ഒഴിച്ച് കൊടുക്കേണ്ടതാണ്. ഒഴിക്കി ഞാൻ ഒഴിച്ച് സെറ്റായിട്ടുണ്ട്. ഇനി ആ മുളക് കാര്യങ്ങളൊക്കെ എല്ലാ സ്ഥലത്തേക്കും ആക്കണം. ഉള്ളി മുളക് എല്ലാ വശത്തേക്കും ഇങ്ങനെ ആക്കി കൊടുക്കണം. മതി. അങ്ങനെ മുട്ട വറുത്തുകൊണ്ടിരുന്നപ്പോഴാണ് പുറത്ത് മഴ പെയ്തു ഗൈസ്. നല്ല ചെറിയ ചാറ്റൽ മഴയുണ്ട്. എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ചെറിയ ചാറ്റൽ മഴ. നേരത്തേക്കോ സെക്കൻഡ് നമ്മുടെ നേരത്തെ കാണിച്ച കാടമുട്ട പുഴുങ്ങി കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ? ഇങ്ങനെ പുഴുങ്ങിയ മുട്ട പൊളിക്കേണ്ട രീതി. ആദ്യം ഇങ്ങനെ കാണിക്കണം. എന്നിട്ട് അപ്പം അതിങ്ങനെ ഇങ്ങനെയോ എന്നിട്ട് അതിങ്ങനെ പയ്യെ പൊളിക്കണം. നമ്മൊരു പാടി ഉണ്ടാവും. ആ ലെയർ നമ്മുടെ കൈ കിട്ടിയ സെറ്റാണ്. ഈ കാടമുട്ട പൊളിക്കാൻ ഇത്തിരി ടാസ്കുള്ള പരിപാടിയാണ്. ഭംഗി പോവരുത്. പരമാവധി ഭംഗി പോവാണ്ട് തന്നെ ചെയ്യണം. ഭംഗി പോവും. അപ്പം അതിങ്ങനെ എടുക്കുക. സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഒന്ന് പൊളിച്ച് കഴിയൂലേ? ഞാൻ സ്പീഡായി കാണിച്ചു തരാം ഗൈസ്. ഭംഗി പോവരുതെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭംഗി പോയിരിക്കുന്നു. പകുതി ഭാഗം പൊളിഞ്ഞു പോയി. അപ്പോൾ കടമുട്ട പുഴുങ്ങിയത് റെഡിയായി. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് ഇട്ടാം. ബിഗ് ബോസ് കണ്ട് ഞാനപ്പോൾ ഉച്ചക്കാലത്തെ ഫുഡ് കഴിക്കുകയാണ്. നമുക്ക് ബീൻസ് വറുത്തുണ്ട്, മുട്ട വറുത്തതുണ്ട്, ഓംലെറ്റ് ഉണ്ട്, പിന്നെ ചാറുണ്ട്, പിന്നെ കുറച്ച് അച്ചാറുണ്ട്. ഞാൻ ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് വരാം. ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങിപ്പോയി ഗായ്സ്. ഇനി ഷോർട്സ് അപ്ലോഡ് ചെയ്യാണ്ട് യൂട്യൂബിൽ. അതൊന്ന് അപ്ലോഡ് ചെയ്യട്ടെ. ഓണല്ലേ? നമുക്കിനി എന്നെ കാണുന്നുണ്ടാ? നമുക്കിനി അരി വെക്കാം. അരി വെക്കാന്ന് വെച്ചാൽ കറക്റ്റായിട്ടുള്ള അരി വെക്കാം. അത് മറ്റേ അരി വെപ്പല്ല. അതിനുള്ളിൽ നിന്ന് നമ്മൾ ആദ്യം ഈ പാത്രം എടുക്കാം. ഞങ്ങളുടെ അരി വെക്കണ കുക്കർ ഇതെടുക്കും. ഇത്രയും വലിയ കുക്കറിലാണ് ഞങ്ങൾ അരി വെക്കാറ്. ഇനി നമുക്ക് വെള്ളം നിറക്കണം. വെള്ളം നിറക്കണം. ഇത് നിറഞ്ഞിട്ട് കാണിച്ചു തരാം. ഇതിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതിൽ നമുക്ക് ഈ ലെവലിൽ വെള്ളം നിറഞ്ഞാലാണ്
നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഈ ലെവലിൽ വെള്ളം എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അതിന് ശേഷം നമുക്കതിൽ അരി ഇടണം. അങ്ങനെ അരി ഇടാൻ വേണ്ടി നമ്മൾ പാത്രമെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പം അരി ഇടാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചേക്കണം എന്താണെന്ന് വെച്ചാൽ തിളയ്ക്കണം ഇല്ല വെള്ളം, എന്നിട്ട് വേണം നമുക്ക് അരി ഇടാൻ. ആ ടൈമിൽ അരി കഴുകുക. ഈ അരി നമുക്ക് നന്നായിട്ട് ഇങ്ങനെ കഴുകിയെടുക്കാം. അപ്പോൾ ഈ വെള്ള കളർ വരും. അതും പോണ വരെ നമ്മൾ കഴുകും. ഇനി നെക്സ്റ്റ് നമ്മുടെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ നന്നാക്കലാണ്. അപ്പോൾ അച്ഛൻ 2 ടൈപ്പ് മീൻ കൊണ്ട് വന്നിട്ടുണ്ടായി. മാന്തലും ഉണ്ടായിരുന്നു, പിന്നെ അയില ഉണ്ടായിരുന്നു. ഞാൻ മാന്തലാണ് നന്നാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാന്തൽ നന്നാക്കാൻ എനിക്ക് അറിയാം, അതുകൊണ്ട് ഞാൻ മാന്തൽ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു മാന്തലായിട്ട് നന്നായിക്കൊണ്ടിരിക്കുന്നു. അരി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ അതിൻ്റെ കൂടെ മാന്തൽ നന്നാക്കുന്നു. കച്ചം ചെയ്യുന്നു. അമ്മ അയില പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതൊക്കെ നമുക്ക് കറി വെച്ചിട്ട് വേണം കഴിക്കാൻ. എവിടെയൊക്കെ ഗ്യാപ്പുണ്ടോ അവിടെയൊക്കെ ഇട്ട് കൊടുക്കാം. കാണിക്കും കുഞ്ഞിതുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് വന്നിട്ട് വന്ന് ഞാൻ പറയും വന്നെന്ന്. ഇനി അത് കഴിഞ്ഞിട്ട് ഇത് ഇവിടെ ഇട്ട് കൊടുക്കാം. സെറ്റായില്ലേ? മതി മതി. ഇങ്ങനെ നീക്കാം. എന്നിട്ട് ഇത് ഇവിടെ ഇട്ട് കൊടുക്കാം. ഗൈസ് നമ്മളിതൊക്കെ ഇവിടെ ഇട്ടു. ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു. ഈ മേലെ തൊടാൻ പറ്റും, നിങ്ങൾക്ക് തൊടാൻ പറ്റും. പഠിക്കണം തർച്ചത് തർച്ചതേ പഠിക്ക്. ആ കണ്ടോ വെച്ച് നല്ല വെച്ചാണ് എഴുതിയൊക്കെ പഠിക്കും അല്ലേടാ? ആ നമുക്കിത് മറിച്ചിടാം. അയ്യോ അതായിട്ടില്ല ചെയ്ത്. ഇടാവണം. അപ്പൊ ഇതായിട്ടില്ല. അപ്പൊ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ബാക്കിയും കൂടി മറിച്ചിട്ട് തിന്നാൻ നേരത്തെ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇത് നല്ല ക്രിസ്പി ആവണം. ക്രിസ്പി ആയാലാണ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ഓമ്മ ഉണ്ട് ചേച്ചിക്ക്. തർച്ചത് കണക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടാ കിട്ടിയാ തർച്ചതേ? ഗുഡ് ബോയ്. എന്താണ് ഫസ്റ്റത്തെ ഫസ്റ്റത്തെ സെറ്റ് ഫ്രൈ ആക്കിയിട്ടുണ്ട്. ടേസ്റ്റ് ആക്കാം. ടേസ്റ്റി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫിഷാണ് ഗൈസ്. ഇത് ഭയങ്കര ഇഷ്ടമുള്ള ഫിഷ് എന്ന് വെച്ചാൽ തിന്നാൻ വളരെ ഇഷ്ടമുള്ള ഫിഷാണ് ഗൈസ്. ഇത് നമുക്കിങ്ങനെ കറുമുറുവും തിന്നാം. ഒന്ന് കുറച്ച് ചോറിനോട് തിന്നാം. അങ്ങനെയല്ല. അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് ഫുഡ് കഴിക്കണ ലാസ്റ്റ് ഫുഡ് കഴിക്കണ കാര്യങ്ങളൊന്നും വ്ലോഗിൽ ആഡ് ചെയ്യാൻ പറ്റിയില്ല. മറന്നുപോയി. ബിഗ് ബോസ് കണ്ടതുകൊണ്ടല്ല, എനിക്ക് ഒടുക്കത്തെ വിശപ്പായിരുന്നു. വിശപ്പിന്റെ വിളി വന്നപ്പോൾ വ്ലോഗ് എടുക്കാൻ മറന്നുപോയി. പെട്ടെന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് വ്ലോഗിന്റെ കാര്യം ഞാൻ പിന്നെ ആലോചിച്ചത്. രണ്ടാമത് ഫുഡ് എടുത്ത് കഴിക്കാനായിട്ടുള്ള വയറ് എനിക്ക് ഉണ്ടായില്ല. അപ്പൊ എനിക്കത് വ്ലോഗിൽ ആഡ് ചെയ്യാൻ പറ്റിയില്ല. ബിഗ് ബോസ് ഒക്കെ കണ്ട് കഴിഞ്ഞ് ഞങ്ങൾ കിടന്നുറങ്ങാൻ പോയിന്. ഇന്നത്തെ വ്ലോഗിന് ഒരു അന്തോ കുന്തോ ഉണ്ടാവില്ല. ഈ ലാസ്റ്റ് വരെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യം. നിങ്ങൾക്ക് എൻ്റെ വക സ്പെഷ്യൽ താങ്ക്സ് ലാസ്റ്റ് വരെ വന്നവർക്ക്. കാരണം എങ്ങനെ ഇവിടം വരെ കണ്ടു എന്ന് ഞാൻ തന്നെ ചിന്തിക്കും. കാരണം ഒരു സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഇല്ലാത്തൊരു വീഡിയോ ആയിപ്പോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോനേക്കാളും നല്ലതാക്കാൻ ഞാൻ ശ്രമിക്കും. മിക്ക വീഡിയോസ് ഞാൻ പറയാറുള്ളതാണ്, പക്ഷെ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് താങ്ക് യു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു സൂൺ.